ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് മുന്നേ കണ്ട വീഡിയോ, ഞാൻ കഴിഞ്ഞ ഇതിലെടുത്ത വീഡിയോ കണ്ടറിയാം. ഞാനൊരു യാത്രയിലായിരുന്നു. ഞാൻ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കായിരുന്നു യാത്ര. ഇന്ന് കാണാം, ഞാൻ ഈയൊരു യാത്ര വന്നിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അവസാനിപ്പിച്ചത് ഈയൊരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഞാൻ അവസാനിപ്പിച്ചത്. അപ്പോൾ ഞങ്ങളങ്ങനെ തിരുനെല്ലിയിലേക്ക് യാത്ര തിരിച്ച് ഇവിടെ ഇപ്പോൾ തിരുനെല്ലി അമ്പലത്തിലേക്ക് വൈകിട്ട് എത്തിയപ്പോഴും ഞങ്ങളൊന്ന് കുളിച്ച് തൊഴാൻ വേണ്ടിയിട്ട് അങ്ങനെ കയറാമെന്നുള്ള രീതിയിലാണ് നമ്മൾ നിന്നത്. നിങ്ങളെപ്പോഴും തിരുനെല്ലി അമ്പലത്തിലേക്ക് കയറുന്ന സമയത്ത് റൈറ്റ് സൈഡിലായിട്ട് നമ്മളിപ്പം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുക, ആ നടയിൽ കാണുന്നത്, സ്റ്റെപ്പ് കാണുന്നത്, അതിലൂടെയല്ല നമ്മൾ ശരിക്കും പോകേണ്ടത്. അതിൻ്റെ സൈഡിലായിട്ട് വഴിയുണ്ട്. ഞാനിപ്പോൾ നടന്നു പോകുന്ന വഴിയായിട്ട് റൈറ്റ് സൈഡിലായിട്ടൊരു വഴിയുണ്ട്. ആ വഴിയിലൂടെ സഞ്ചരിക്കുക. ആ ലെഫ്റ്റ് കാണുന്ന വഴി അങ്ങോട്ട് കയറി പോകുന്നതാണ് നമ്മുടെ തിരുനെല്ലിയുടെ മെയിൻ കവാടമായിട്ട്. അല്ലെങ്കിൽ അവിടെ സ്റ്റെപ്പ് ഉണ്ടാവും. ആ സ്റ്റെപ്പ് കയറിയിട്ട് നമുക്ക് അമ്പലത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് കടക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ അവിടെ നിങ്ങൾ കാണുന്നത്, ഇവിടെ ഇപ്പം തിരുനെല്ലി അമ്പലം ബലിതർപ്പണത്തിനാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ആ ബലിതർപ്പണത്തിൻ്റെ ആ ഒരു ശ്ലോകവും കാര്യങ്ങളൊക്കെ ചൊല്ലി കൊടുക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളെത്തിയപ്പം ശീവേലി ഏതാണ്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശീവേലി എഴുന്നള്ളത്ത് അമ്പലത്തിലേക്ക് ഉള്ളിലേക്ക് കടക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അതിനുശേഷം നമ്മൾ തൊഴുത് ഇറങ്ങിയതിന് ശേഷം നല്ല എന്താ പറയേണ്ടത്, നല്ല ദൈവികമായിട്ടുള്ളൊരു ഭക്ഷണം തന്നെയാണ് അവിടുന്ന് കിട്ടിയത്. നല്ല ഇതായിട്ടുള്ള ചുക്ക് കാപ്പിയും നല്ല ഉപ്മാവും, അതിലൂടെ വളരെ ഗംഭീരമായൊരു അച്ചാറും അതും കഴിച്ച് ഞങ്ങളങ്ങനെ തിരുനെല്ലി അമ്പലം എന്ന് വെച്ചാൽ ഫേമസ് ആയിരിക്കുന്നത് ബലിതർപ്പണമാണ്. അതിപ്പോൾ എല്ലാവർക്കും അറിയാം. ചിലപ്പം ചില ജില്ലക്കാർക്ക് അറിയില്ലായിരിക്കാം. പക്ഷേ ഏതൊരു ജില്ലയിലുള്ള ആളാണെങ്കിലും നമ്മൾ ഒരിക്കലെങ്കിലും സഞ്ചരിക്കേണ്ട അല്ലെങ്കിൽ യാത്ര ചെയ്ത് വന്ന് കാണേണ്ട ഒരു അമ്പലം തന്നെയാണ് കേട്ടോ തിരുനെല്ലി അമ്പലം. അതിപ്പം കാടിൻ്റെ മനോഹരിതയാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക, അമ്പലത്തിൻ്റെ മനോഹരിതയാണെങ്കിലും അത് എല്ലാം കൊണ്ടും ഒരു നിങ്ങൾക്ക് എൻ്റർടൈൻമെൻ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റർടൈൻമെൻ്റ് ആണ്. അതിൻ്റെ കൂടെ വന്നിട്ട് ദൈവികമായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റും നമുക്കിവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ താഴേക്ക് ഇറങ്ങിയത്, ആ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും കാണാൻ വേണ്ടി സാധിക്കുക. കാരണം വെച്ചാൽ വെള്ളം ഒഴുകുന്ന കുറേ വഴികളും അതിനോട് ചേർന്നില്ല. ഞാൻ പണ്ട് വന്ന സമയത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വന്നാണ്. പക്ഷേ വളരെ കല്ലും ദുർഘടമായിട്ടുള്ള വഴികളായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് മാറ്റങ്ങൾ വന്ന് നന്നായിട്ട് എന്താ പറയുക, ഈ ദേവസ്വം ബോർഡ് നന്നായിട്ട് ഈ ഒരു കല്ലൊക്കെ പാകി നല്ല വൃത്തിയിലുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷെ അതും നല്ല മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ അറേഞ്ച് ചെയ്തിരിക്കുന്ന. ഒരു കൈവരികളൊക്കെ വെച്ചിട്ടുള്ള സ്റ്റെപ്പ്, നടപ്പാതകളും കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിലൂടെ നടന്നു പോകുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിന് വളരെ സന്തോഷവും അതുകൂടാതെ നമുക്കൊരു ഭക്തി നിർഭരമായിട്ടുള്ള ഒരു അന്തരീക്ഷവും നമുക്ക് തരുന്ന, അതിൻ്റെ കൂടെ തന്നെ പ്രകൃതിയുടെ അതിമനോഹരമായിട്ടുള്ള ഒരു അനുഭവം കൂടെ നമുക്ക് എപ്പോഴും എല്ലാ സ്ഥലത്തും നമുക്ക് കിട്ടുന്ന ഒരു അനുഭവമായിരിക്കില്ല തിരുനെല്ലി അമ്പലം. അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഞങ്ങൾ ആ ഒരു കാടിൻ്റെ വഴികളിലൂടെ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തു. വെള്ളച്ചാട്ടം വരുന്നതും കാര്യങ്ങളും നിങ്ങൾ കാണുന്ന പോലെ വെള്ളച്ചാട്ടം വരുന്നതൊക്കെ വീഡിയോയിലേക്ക് എടുത്ത് നമ്മൾ വളരെ ശാന്തമായിട്ട് നമ്മൾ കുറച്ച് മുന്നിലേക്ക്, നമുക്കവിടെ ബലിതർപ്പണത്തിൻ്റെ ആ ഒരു സൈഡ്, പക്ഷേ നമ്മൾ കൂടുതലായിട്ട് അങ്ങോട്ട് പോയില്ല. കാരണം അവിടെ ക്യാമറ അലൗഡല്ല. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ദൈവികമായിട്ടുള്ള കാര്യമാണെങ്കിൽ കൂടെ നിയമം അത് പാലിക്കണമല്ലോ. നമ്മുടെ ബലിതർപ്പണം അതൊരു മഹത്തായിട്ടുള്ള കാര്യമാണ്. ആ ഒരു ദർപ്പണത്തിൻ്റെ ചിത്രങ്ങൾ എടുക്കുന്നത് അത്ര നല്ലതല്ല എന്ന് എനിക്ക് തോന്നിയതും, പിന്നെ സ്വാഭാവികമായിട്ടും നിയമങ്ങൾ പാലിക്കേണ്ടതാണ്. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ആ ദർപ്പണത്തിൻ്റെ അവിടെ വരെ പോയിട്ടില്ല. അതിൻ്റെ കുറച്ച് മുന്നിലേക്ക് വന്ന് എനിക്ക് ഇന്ന സ്ഥലം എന്നുള്ള കാണിക്കാം എന്നുള്ള ഉദ്ദേശത്തോടെ മാത്രം ഞാൻ അവിടെ വന്നു. അതിന് കൂടാതെ അവിടെ ഒരു റെഡ് നിറത്തിൽ നിങ്ങളൊരു ബോർഡും കൂടെ ഞാൻ ആ വീഡിയോയിൽ കാണിക്കുന്നത് കണ്ടില്ലേ, അവിടെ ചിതാഭസ്മം ഒഴുക്കരുത്. ഞാൻ പലരും ചിതാഭസ്മങ്ങൾ കൊണ്ട് ഒഴുക്കാറുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഭാര്യാപിതാവിനോട് ചോദിച്ച സമയത്ത് മുന്നേ അവിടെ ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പണ്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പം അത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും ഇപ്പോൾ അവിടെ ഇല്ല. പിന്നെ നമുക്ക് ബലിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിന് ശാന്തിയും, പിന്നെ നമ്മളുടെ പിതൃക്കന്മാർക്ക് ബലിയിട്ട് അവർക്ക് ഒരു ശാന്തിയും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നമുക്ക് മനഃശാന്തിയോടെ തിരിച്ചു വരിക എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ കൂടാതെ ഞാൻ ഈ താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്താണ് ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ. കാരണം എൻ്റെ അച്ഛനും അമ്മയും
പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പോകുന്നതിന് മുമ്പ് ഒരു ശിവക്ഷേത്രമുണ്ട്. ആ ശിവക്ഷേത്രത്തിൽ തൊഴുതുകൊണ്ട് വേണം നമ്മൾ തിരിച്ച് മടങ്ങി വരാൻ എന്നുള്ളത് അവർ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആക്ച്വലി വന്നിട്ട് ഞാൻ അത് മനസ്സിൽ കരുതിയത് വരുന്ന വഴി വാഹനം കൊണ്ടുവരുന്ന വഴി എവിടെയുള്ളൊരു അമ്പലം എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിൽ കണക്കാക്കിയത്. പക്ഷേ അത് വരുന്ന വഴി ഞാനത് കണ്ടു. ഒരു ക്ഷേത്രത്തിൻ്റെ ബോർഡ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. തിരിച്ചിറങ്ങുന്ന സമയത്ത് ബലിതർപ്പണം കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്നത് വളരെ മനോഹരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര മനോഹരമായിട്ടുള്ള ഒരു അനുഭവത്തിലേക്കാണ് ആ ഒരു വഴിയിലൂടെ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് റൈറ്റ് സൈഡിലേക്ക് തിരിയുന്ന ആ വഴിയിലേക്ക് നമ്മൾ കാല് വെക്കുന്നതും പ്രകൃതിയുടെ ഒരു വളരെ നല്ല മനോഹരമായ ദൃശ്യങ്ങൾ കാണുന്ന ഒരു അന്തരീക്ഷം സമ്മാനിക്കുന്ന ഒരു ക്ഷേത്രം തന്നെയാണ്. അതിന് കൂടെ ചേർന്ന് നിൽക്കുന്ന ശിവക്ഷേത്രം. അവിടെ ആ ഒരു മരങ്ങളുടെ തണൽ ആൽത്തറയിലൊക്കെ ഇരിക്കുന്ന ഒരു ഫീലില്ല. വളരെ തണുപ്പും പിന്നെ വയനാട് പൊതുവെ നിങ്ങൾക്കറിയാലോ തണുപ്പ് കൊണ്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് വയനാട്. ഒരിക്കലും നമുക്ക് ആ മനോഹാരിതയിൽ തണുപ്പും കൂടെ ചേരുന്ന സമയത്ത് വളരെ എന്താ പറയുക രംഗം വളരെ ശാന്തവും നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷം കൂടിയാണ് വയനാട് നമുക്ക് സമ്മാനിക്കുന്നത്. ഇപ്പോൾ ഈ ഞാൻ കണ്ടത് ആ ഒരു ശിവക്ഷേത്രത്തിൻ്റെ ഇതാണ് കാണിച്ചത്. അതിനുശേഷം സ്മിജിയും എൻ്റെ മകനും കൂടെ മുന്നിലേക്ക് സഞ്ചരിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. അവിടെ സൈഡിൽ തന്നെ അവിടെ നമ്മൾ ഇപ്പം കുറച്ച് മുന്നിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ ഓപ്പണായിട്ട് കിടക്കുന്ന ഒരു അമ്പലമാണ് കേട്ടോ. ഞാനപ്പോൾ അവിടെ നിന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവർ ഗുഹ രൂപേണയുള്ളൊരു അമ്പലമാണ്. അപ്പോൾ അതിലൊക്കെ തിരിച്ച് രാവിലെ ഇറങ്ങി വരുന്ന സമയത്ത് പൂജാരിമാർ വന്നിട്ട് കയറുന്ന സമയത്ത് അതിലൊക്കെ ചിലപ്പം വന്യജീവികളോ അല്ലെങ്കിൽ എന്തായാലും പാമ്പോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും നിൽക്കാം. പക്ഷേ അത് നമുക്ക് അത്ര ഒരു എന്താ പറയുക നമ്മളൊരു പ്രകൃതി രമണീയമായിട്ട് തന്നെ ആ ഒരു അമ്പലം ചിത്രീകരിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് സ്റ്റെപ്പ് കയറാണ് കേട്ടോ. താഴേക്ക് ഇറങ്ങുന്ന പോലെയല്ല, നേരെ കയറുന്ന സമയത്ത് കുറച്ച് കഷ്ടപ്പാടാണ്. സ്മിജി കയറി വരുന്നതും കുട്ടീനെ എടുത്ത് വരുന്ന കിച്ചുവിനെ വന്നിട്ട് എടുത്ത് വരുന്നതും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം കുറച്ച് പാടുപെട്ട് കയറേണ്ട സ്റ്റെപ്പ് തന്നെയാണ്. പക്ഷെ ഇതൊന്നും അല്ല. പക്ഷേ അവർ കുറച്ച് താഴേക്ക് ഇറങ്ങി മോനും കുറച്ച് വികൃതിയാണ്. അപ്പോൾ അവർ സ്റ്റെപ്പ് കയറി അവൻ കയറാൻ വേണ്ടിയുള്ള ഒരു ബുദ്ധിമുട്ടുകളും അതിൻ്റെ കൂടെ തന്നെ അവിടെ സൈഡിലായിട്ടൊരു ഷോപ്പുണ്ട്. അവിടെ വന്ന് കുറേ കളിപ്പാട്ടങ്ങളുണ്ടായിരുന്നു. അതൊക്കെ അവന് വേണമെന്നുള്ള വാശി പിടിക്കുന്ന ഒരു അന്തരീക്ഷം വന്നപ്പോഴാണ് അവൻ കുറച്ച് മടി പിടിച്ച് കയറാനും കാര്യങ്ങളൊക്കെ നിന്നത്. അതിനുശേഷം നമ്മൾ തൊഴുത് അതിനുശേഷം തിരുനെല്ലി അമ്പലം താഴേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അവിടെ നിങ്ങൾക്ക് മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിനോട് ചേർന്ന പായസക്കാരൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാരണം നിങ്ങൾ എല്ലാ വീഡിയോയിലും നിങ്ങൾ അദ്ദേഹത്തിൻ്റെ സുബ്ബു ബ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും. നല്ല പായസമായിരുന്നു കേട്ടോ. പായസം കൂടുതൽ സംസാരം കാര്യങ്ങളും ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തണോ നിങ്ങൾ അതൊക്കെ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന്